നമുക്ക് എപ്പോഴും ശത്രുവിന്റെ നീക്കം മനസ്സിലാക്കാനായിട്ട് പറ്റും. പക്ഷെ നമ്മുടെ കട്ടയ്ക്ക് കൂടെ നിന്ന് നമ്മുടെ മിത്രം ചതിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു വേദന ഉണ്ടല്ലോ. കാരണം ഞാൻ എപ്പോഴും അവരോട് പറയാറുണ്ട്, ഒരിക്കൽ ചതിച്ചവൻ നാളെയും ചതിക്കും. വൺസ് എ ലയർ ഓൾവേസ് എ ലയർ ആണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ ചതി ചെയ്യാനായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മളുടെ ബന്ധത്തിന് മൂല്യം കൽപ്പിച്ച ഒരാളാണെങ്കിൽ ഒരിക്കലും ചതിക്കാനായിട്ട് മുന്നോട്ട് വരില്ല. കാരണം ആ പ്ലാനിങ് എത്രയോ ദിവസങ്ങൾ മുൻപേ അവൻ്റെ മനസ്സിൽ ഇങ്ങനെ പോയിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ ബന്ധം അത്രമാത്രം മൂല്യം കൽപ്പിച്ച ഒരാളാണെങ്കിൽ ആ ചതിക്ക് വേണ്ടി ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കില്ല. ചതിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് ഇവർ പറയുന്ന ചില ഡയലോഗ് ഉണ്ട്, അയ്യോ ഞാൻ വേണമെന്ന് വിചാരിച്ചിട്ടായിരിക്കില്ല. ചിലപ്പോൾ ഈ ചതീനെ പലരും തെറ്റിദ്ധരിക്കുന്നത് ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിലുള്ള ആളുകളാണെങ്കിൽ ചതീനെ എല്ലാവരും വിചാരിക്കുന്നത് ഫ്ലേട്ടിങ് മാത്രമാണെന്ന്. അത് മാത്രമല്ല ചതി. ഇപ്പോൾ രണ്ടുപേര് തമ്മിൽ പ്രണയബന്ധത്തിലാണ്, അവരറിയാതെ മൂന്നാമതൊരു ബന്ധത്തിലേക്ക് പോകുന്നത് മാത്രമല്ല ചതി. ഇവരറിയാതെ വേറൊരു സൗഹൃദം കീപ്പ് ചെയ്താലോ, ഇവരറിയാതെ വേറൊരു ചാറ്റ് കൊണ്ട് നടന്നാലോ, ഇവരറിയാതെ എന്ത് ചെയ്താലും അത് ചതി തന്നെയാണ്. ചതി ഇസ് ഈക്വൽ ടു ട്രാൻസ്പാരൻസി ഇല്ലായ്മയാണ്.